മനുഷ്യബന്ധങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? സാമ്പത്തികമാണ് പല വിഷയങ്ങൾക്കും കാരണം. തിരുവനന്തപുരത്തെ ഹണി ട്രാപ്പ് കേസിന് പിന്നിലും സാമ്പത്തിക ഇടപാടാണോ വില്ലനായത്? പരാതിക്കാരനായ വ്യവസായി തൻ്റെ ബിസിനസ് പാർട്ട്ണറാണെന്നും കുഞ്ഞിൻ്റെ അച്ഛനാണെന്നും തുറന്നു പറഞ്ഞ് പ്രതിയായ യുവതി രംഗത്തെത്തി. മാർക്ക് വിജയകുമാറും റോഷ്നിയും ഒന്നിച്ചുള്ള വിവാഹ ചിത്രങ്ങളും അവർ പുറത്തുവിട്ടു. മജിസ്ട്രേറ്റിന് നിജസ്ഥിതി ബോധ്യപ്പെട്ടതോടെയാണ് തന്നെ വിട്ടയച്ചതെന്നും റോഷ്നി പറയുന്നു. യുവതിയുടെ സുഹൃത്തുക്കളായ ജിബിൻ, ഉണ്ണിമോൾ, അഭിഷേക് എന്നിവരും വഞ്ചൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളാണ്. പല മാധ്യമങ്ങളിലൂടെയും എന്നെക്കുറിച്ച് വ്യാജ വാർത്ത വരുന്നുണ്ട്. ഞാൻ അറസ്റ്റിലായി എന്നാണ് പറയുന്നത്. ബിസിനസ് തകർക്കാനും മറ്റു പല സാമ്പത്തിക നേട്ടങ്ങൾക്കും വേണ്ടിയാണ് ഈ ആരോപണം. ഇങ്ങനെയൊരു പരാതി വന്നതിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ പരാതിയിൽ കഴമ്പില്ലെന്ന് വ്യക്തമായി വെറുതെ വിടുകയായിരുന്നു. വിജയകുമാർ ബിസിനസ് പാർട്ട്ണറും കുഞ്ഞിന്റെ അച്ഛനുമാണ്. റോഷ്നി വീഡിയോയിൽ പറയുന്നു. ഇങ്ങനെ ഒരു അലിഗേഷൻ എന്റെ ബിസിനസ് പാർട്ട്ണറായ മിസ്റ്റർ മാർക്ക് വിജയകുമാറിന്റെ സൈഡിൽ നിന്നും ഉണ്ടായി. അപ്പോൾ അത് എന്റെ ബിസിനസ് തകർക്കാനും അതുപോലെ എന്റെ ബാക്കിയുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്. അതിലുപരി മാർക്ക് വിജയകുമാർ എന്റെ കുഞ്ഞിന്റെ അച്ഛനാണ്, അതുപോലെ ബിസിനസ് പാർട്ട്ണറാണ്. ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ തെലങ്കാന സ്വദേശിയായ മാർക്ക് വിജയകുമാറും താനും ഓഹരി ഉടമകളാണെന്നും ബിസിനസ് തർക്കങ്ങളാണ് പരാതിക്ക് കാരണം എന്നുമാണ് റോഷ്നിയുടെ ആരോപണം. കുഞ്ഞിനൊപ്പമുള്ള ഇരുവരുടെയും ചിത്രങ്ങളും വിവാഹ ഫോട്ടോയും ഉൾപ്പെടെയാണ് റോഷ്നി പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസമാണ് വഞ്ചിയൂർ പോലീസ് വിജയകുമാറിന്റെ പരാതിയിൽ കേസെടുത്തതും നെയ്യാറ്റിൻകര സ്വദേശിയായ റോഷ്നിയെ അറസ്റ്റ് ചെയ്തതും. തനിക്ക് ജനിച്ച കുഞ്ഞ് പരാതിക്കാരന്റേതാണെന്ന് ഭാര്യയോട് പറയും എന്ന് ഭീഷണിപ്പെടുത്തി ഫ്ളാറ്റും സ്വർണവും ഉൾപ്പെടെ 5 കോടി തട്ടിയെടുത്തു എന്നാണ് എഫ്ഐആർ. വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്ത കോടതിയിൽ ഹാജരാക്കിയ റോഷ്നിയെ സ്വാഭാവിക ജാമ്യത്തിൽ വിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വീഡിയോയുമായി യുവതി രംഗത്തെത്തിയത്. ഇങ്ങനെ ഒരു അലിഗേഷൻ വന്ന അല്ലെങ്കിൽ ഒരു ഹണി ട്രാപ്പ് അല്ലെങ്കിൽ ഈ 5 കോടി എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊരു ക്ലാരിറ്റി എന്റെ സൈഡിൽ നിന്ന് പറഞ്ഞു തോന്നി. ഞാൻ ഇതിന്റെ കാര്യത്തിൽ എനിക്ക് അറസ്റ്റ് ആക്ച്വലി ഇങ്ങനെ ഒരു കേസ് വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ സമയത്ത് ഈ പരാതിക്ക് യാതൊരുവിധ കഴമ്പും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്റെ അറസ്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഞാനിപ്പോഴും അവൈലബിൾ ആണ്. പരാതിക്കാരന്റെ അക്കൗണ്ടിൽ നിന്ന് യുവതിക്കും തിരിച്ചും പണം കൈമാറ്റം നടത്തിയിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചൂഷണം പരിധിവിടുകയും യുവ വ്യവസായിയുടെ ഭാര്യയെ യുവതി ഭീഷണിപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്തതോടെയാണ് പോലീസിൽ പരാതി എത്തിയത് എന്നാണ് സൂചന. റോഷ്നിയുടെ സുഹൃത്തുക്കളായ ജിബിൻ, ഉണ്ണിമോൾ ജിബിൻ, അഭിഷേക് എന്നിവരും വഞ്ചൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.